ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കുട്ടത്തിലിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജ്യാവശ്യത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. രാഹുലിനെ കൈവിടാതെ കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ. MLA സ്ഥാനത്ത് രാഹുൽ തുടരും. KPCCയുടെ നിലപാടിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത്. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒപ്പം ചേർത്ത് മുന്നോട്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയത്. അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു നടപടി കൊണ്ടുവന്നെങ്കിൽ പോലും, അതായത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും MLA സ്ഥാനത്ത് നിന്നുള്ള രാജി അത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനം അത് തന്നെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഒത്തുതീർപ്പ് ഫോർമുല തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചത്. അത് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുല തന്നെയാണ് വിജയിച്ചത് എന്നുള്ളതാണ്. സമ്മർദ്ദ തന്ത്രത്തിലൂടെ തന്നെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജി അതായിരുന്നു കോൺഗ്രസിലെ ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ആവശ്യത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇന്ന് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അടക്കം വ്യക്തമായിരുന്നു. മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ ഈ തീരുമാനം പറഞ്ഞതിനു ശേഷം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങുന്നൊരു കാഴ്ച തന്നെയാണ് കണ്ണൂരിൽ നിന്നും കാണാൻ സാധിച്ചത്. പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല. എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. പ്രതിപക്ഷ നേതാവാകട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് വീണ്ടും തിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. കാരണം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം 23-ാം തീയതി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് തനിക്ക് നേരെ ഈ വിഷയത്തിൽ എല്ലാ വശത്തു നിന്നും ഉള്ള ആരോപണങ്ങൾ തന്നിലേക്ക് എത്തുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് രാഹുലിന്റെ രാജി ആവശ്യത്തിലേക്ക്, പ്രത്യേകിച്ചും രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്കാണ് നീങ്ങുന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ അടക്കം അന്ന് ആ വാർത്തകൾക്ക് തുടക്കം കുറിച്ചതും പ്രതിപക്ഷ നേതാവിന്റെ ഇതേ നിലപാടിലൂടെയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം നിലപാട് ഇന്നത്തെ ദിവസം ഈ ഒരു തീരുമാനം സസ്പെൻഷൻ നടപടി വന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ പ്രതികരണത്തിൽ പക്ഷേ നിലപാട് മാറ്റി അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത് എന്നുള്ളതും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന അതൃപ്തികൾ ഒക്കെ പരസ്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. പ്രൊട്ടക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന, മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞത്. ആരാ പറഞ്ഞത്? അല്ല, ആരാ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാർക്കശ്യത്തോടു കൂടിയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഒരു തീരുമാനമെടുക്കുന്നു. KPCC പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ. ഏതായാലും ഇതിനകം തന്നെ കോൺഗ്രസിന്റെ ഈ ഒരു നടപടി വലിയ തോതിലുള്ള അതൃപ്തി ആണ് കോൺഗ്രസിനുള്ളിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. കാരണം ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ട അത് എന്ന് പറയുന്നത് MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജിയായിരുന്നു. പക്ഷേ അതിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഇനി രണ്ട് വിഷയങ്ങളിലുള്ള മറുപടിയാണ് കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യനല്ലാത്ത ഒരു വ്യക്തി, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് യോഗ്യതയില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ജനപ്രതിനിധി MLA സ്ഥാനത്തിന് മാത്രം യോഗ്യനാകുന്നത് എന്നുള്ള വലിയ ചോദ്യം ആണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി, അവർ ആ അതൃപ്തി കോൺഗ്രസിനുള്ളിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരെ എങ്ങനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ഇതിനകം തന്നെ കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ നേർചിത്രം തന്നെയാണ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.